ഹായ്, ജെസിയമ്മ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിങ്ങളോട് പറയാൻ വന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്നത് പോലെ തമിഴ്നാടിൻ്റെ ഭാഗത്ത് താമസക്കാരായ രണ്ട് ആൺമക്കളും അമ്മയും. മൂത്ത മകന് അല്പം മാനസിക അസ്വാസ്ഥ്യമുണ്ട്. അമ്മ വീൽ ചെയറിലാണ് സഞ്ചാരം. അപ്പോൾ ഈ രണ്ട് വ്യക്തികളെയും നോക്കുന്നത് ഇളയ മകനാണ്. ഏകദേശം ആ മകന് ഒരു 45 വയസ്സോളം വരും, ഇളയ മകന്. അപ്പോൾ ഇവരെ നോക്കി വന്നപ്പം പെട്ടെന്ന് അവന് തോന്നിക്കാണും അവൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ അവനൊരു മടുപ്പ് തോന്നിക്കാണും. ആ മടുപ്പ് തോന്നുമ്പം നാട്ടുകാർക്കും കണ്ടാൽ മനസ്സിലാവുമല്ലോ ഈ മകനാണ് ഈ അമ്മയും സഹോദരനെ നോക്കുന്നെന്നുള്ള കാര്യം. സ്വാഭാവികമായിട്ടും അവൻ ആരോടെങ്കിലും ചെന്ന് അവനൊരു കല്യാണം കഴിക്കണമെന്നോ അല്ലെങ്കിൽ അവന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഇവരെ നോക്കുന്നത് കൊണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ആ നാട്ടിലെ മെമ്പറെ കാണുകയോ അല്ലെങ്കിൽ അവിടെ ആരാണോ ഇവരുടെ ഏരിയയിൽ കാര്യങ്ങളൊക്കെ നടത്തുന്ന ആ വ്യക്തിയെ കാണുകയോ സന്നദ്ധ സംഘടനകളോട് പറയുകയോ വൃദ്ധമന്ദിരങ്ങളിൽ ചെന്ന് ചോദിക്കാമല്ലോ. അതുപോലെ എനിക്ക് ജോലിക്ക് ഒന്നും പോകാൻ പറ്റുന്നില്ല, അമ്മയെ ആങ്ങളെ ഇങ്ങനെ നോക്കുന്നത് കാരണം. പെട്ടെന്ന് ആർക്കും കാര്യം മനസ്സിലാകും. അവിടെ നിർത്താനായിട്ട് എന്തെങ്കിലും ഒരു സംവിധാനം ആരെങ്കിലും ചെയ്തു കൊടുക്കാതിരിക്കത്തില്ല. ഗൈസ്, ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് വശത്തിരുന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വൈകുന്നേരം ആയതുകൊണ്ട് ഭയങ്കര കാറ്റാണ് കേട്ടോ. മൂടിയൊക്കെ പാറി പറക്കുന്നുണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു? ഇവൻ അങ്ങനെയൊന്നും ചെയ്യാതെ ഇവൻ എന്താണ് ചെയ്തത്? അമ്മയെന്തോ കള്ളത്തരമൊക്കെ പറഞ്ഞ് മയക്കി റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് അവൻ നേരെ ആളൊഴിഞ്ഞ ഭാഗത്ത് ട്രെയിൻ ഇങ്ങനെ പോകുമല്ലോ, ട്രാക്കുണ്ടല്ലോ, അവിടെ വന്ന് അമ്മയും കൊണ്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോഴത്തേക്ക് ട്രെയിൻ വന്നോടൻ തന്നെ അവൻ മറ്റൊന്നും ചിന്തിച്ചില്ല. ട്രെയിൻ വന്നു, അവൻ ഈ വീൽ ചെയറോട് കൂടി അമ്മയെ പാളത്തിലേക്ക് തള്ളിയിടുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതുവരെയും അമ്മയുടെ വീൽ ചെയർ താങ്ങി നിന്നവനാണ്. ട്രെയിൻ വന്നപ്പോൾ അവൻ അമ്മയെ പാളത്തിലേക്ക് തള്ളിയിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അമ്മയ്ക്കറിയാം അമ്മയെ തള്ളിയിട്ടത് മകനാണെന്ന്. പക്ഷേ അമ്മയ്ക്കൊന്നും എണീറ്റ് ഓടാൻ അമ്മയ്ക്ക് പറ്റുമോ? വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന അമ്മ. അവൻ ആളൊഴിഞ്ഞ ഭാഗത്ത് വന്നത് എന്താണ്? അവിടെ ആകുമ്പോൾ CCTVയുടെ പ്രശ്നമൊന്നുമില്ല, ആരും അറിയത്തില്ല. ഈ മണ്ടനാണവൻ. വീൽ ചെയർ പാളത്തിലാര് കൊണ്ടിട്ടെന്ന് CCTV നോക്കുമ്പോൾ അറിയാൻ പറ്റത്തില്ലേ? സത്യത്തിൽ അമ്മ ചതഞ്ഞരയുന്നത് ഇവൻ കണ്ടു നിന്നു. തള്ളിയിട്ടിട്ട് അവൻ പോവുകയാണ് ഉണ്ടായതെന്ന് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ ആലോചിച്ച് നോക്കൂ, ഇവൻ അമ്മയെ നോക്കാൻ പാകമാവുന്നതുവരെ, ആ അമ്മ വീൽ ചെയറിലാകുന്നതുവരെ അമ്മ വളർത്തിയ മകനല്ലേ അവൻ. അതുപോലും ഓർക്കാതെ ആ അമ്മയെ ആ റെയിൽ പാളത്തിൽ ട്രെയിനിൻ്റെ മുന്നിൽ തള്ളിയിട്ട് അവൻ നിഷ്കരണം കൊന്നു കളഞ്ഞില്ലേ? അവൻ എന്താണ് വിചാരിച്ചത്? ഇനിയിപ്പോൾ അമ്മയുടെ ശല്യമില്ല, ചേട്ടനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയിൽ ഉന്തിക്കൊണ്ടൊന്നും നടക്കണ്ട, ചേട്ടൻ ഒരിടത്ത് ഇരുന്നോളൂ, ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി എന്ന് വിചാരിച്ചാണോ ഇരുന്നത് ഇവൻ ഇത് ചെയ്തത്? എന്തായാലും അവൻ ചെയ്തതിൻ്റെ ഉദ്ദേശം അമ്മ ഇല്ലാതായ പിന്നെ അമ്മയുടെ ഭാരം വഹിക്കണ്ടല്ലോ, അവന് സുഖമായിട്ട് കഴിയാം എന്നുള്ളൊരു ചിന്തയിലായിരിക്കും അത് ചെയ്തത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവർ ആരും അറിയത്തില്ല, ആരും കണ്ടുപിടിക്കാനില്ല എന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ ദൈവം തമ്പുരാനെന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം എവിടെയെങ്കിലും ഒരു തെളിവ് ശേഷിപ്പിച്ച് വെച്ചിരിക്കും. ആരും ഇല്ലാത്ത ഭാഗത്ത് അമ്മയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവിടെ നിന്ന് തള്ളിയിട്ടു. അപ്പോൾ അവൻ്റെ ഉദ്ദേശം എന്താണ്? ആരും കണ്ടില്ല, സമാധാനത്തോടെ. അമ്മ അവിടെ ചതഞ്ഞരയുന്നു, അവൻ സമാധാനത്തോടെ വീട്ടിലേക്ക് പോകുന്നു. സത്യത്തിൽ ഇവൻ ഒരു മകനാണ്. ഇവനെയൊക്കെ മക്കളുടെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളാമോ? ഞാൻ ആലോചിക്കുകയാണ്, അമ്മ ഇങ്ങനെ അവിടെ ചതഞ്ഞരഞ്ഞുകൊണ്ടേയിരിക്കുന്നു.
ട്രെയിൻ കയറി ഇറങ്ങി അങ്ങ് പോവാണല്ലോ. ഏതായാലും വീൽ ചെയറിനെയൊക്കെ തല്ലി പൊളിച്ചുകൊണ്ടായിരിക്കുമല്ലോ ട്രെയിനിൻ്റെ പോക്ക്. ആ ശബ്ദം എന്തായാലും അവൻ്റെ കാതുകളിൽ എത്താതിരിക്കത്തില്ല. കേട്ട് കേട്ട് അവൻ എങ്ങനെ നടന്നുപോയി. സത്യം പറഞ്ഞാൽ അവൻ്റെ കാലടികൾ മുന്നോട്ട് വെച്ചപ്പോൾ അവനൊരു വിറയൽ തോന്നിയിട്ടുണ്ടാവൂലേ. അതുവരേക്കും അവൻ്റെ വീട്ടിലുണ്ടായിരുന്ന അമ്മയാണ് ലോഹ്യം പറഞ്ഞ് ആ പാവം പെറ്റമ്മയെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഉന്തുവണ്ടിയിൽ അല്ല വീൽ ചെയറിൽ ഇരുത്തി കൊണ്ടുവന്ന് ചിലപ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്തായിരിക്കും ഇവർ ആ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ കൂടെ ഈ ഉന്തുവണ്ടിയോ വീൽ ചെയറോ അതിൽ കൂടെ ഇവർ നടന്നിട്ടുണ്ടാവുക. എങ്ങനെ തോന്നിയെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ആ അമ്മയുടെ വേദനയോടെയുള്ള ഒരു നിലവിളി അമ്മ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. മകനിപ്പോൾ ഈ ഉന്തുവണ്ടിയിൽ നിന്ന് അമ്മയെ ഉന്തുവണ്ടിയല്ല വീൽ ചെയർ, സോറി, എനിക്ക് അങ്ങനെ വാങ്ങി വരുന്നുള്ളൂ. എങ്ങനെ പിന്നെ അമ്മ ചിന്തിച്ചില്ലല്ലോ അമ്മ ഇപ്പോൾ അവൻ തള്ളിയിടുന്നു. പക്ഷെ അവൻ അങ്ങനെ ചെയ്തിട്ട് എനിക്ക് ഒട്ടും ഓർത്തിട്ട് എനിക്കങ്ങ് വല്ലാത്ത ഒരു വിമിഷ്ടമാണ് വരുന്നത്. കാരണം ഇവനെങ്ങനെ നടന്നുപോയി, ആരും കണ്ടില്ല, ഇനിയിപ്പോൾ ഇതാരും അറിയാനും പോകുന്നില്ല. ആ ഒരു സന്തോഷത്തോടെ അവൻ വീട്ടിൽ പോയി. ഇവൻ എങ്ങനെ കിടന്നുറങ്ങി കാണുമല്ലേ. അമ്മ പാളത്തിൽ ചതഞ്ഞരഞ്ഞ് കിടക്കുമ്പോൾ അറിയാതെ സംഭവിച്ചതല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ട് അവൻ വീട്ടിൽ ചെന്ന് എങ്ങനെ കിടന്നുറങ്ങി കാണും. സഹോദരൻ അമ്മയെ ചോദിക്കുമ്പോൾ ഇവൻ എന്ത് പറഞ്ഞു കാണും. കാരണം മാനസികാസ്വാസ്ഥ്യം ഉണ്ടെങ്കിലും സഹോദരൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അവൻ അമ്മയെ വീൽ ചെയറിലിരുത്തി പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. എത്രയോ വൃദ്ധമന്ദിരങ്ങളുണ്ടായിരുന്നു, എത്രയോ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുമായിരുന്നു. അവരുടെ ഒരവസ്ഥ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകും, അയ്യോ ആ പയ്യന് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല, സഹോദരനും ഇങ്ങനെ ഇരിക്കുന്നു. ആരെങ്കിലും ഏറ്റെടുക്കുമായിരുന്നു. എന്തിനാണ് കൊന്നു കളഞ്ഞത്? അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? അമ്മയെ കൊന്നിട്ട് അവന് എന്ത് നേടാനായിരുന്നു? അവനെ അത്രയും നാളും വളർത്തിയില്ലേ അമ്മ. അമ്മയ്ക്ക് എന്തോ വയ്യാഴിക വന്നപ്പോഴായിരിക്കുമല്ലോ അമ്മ വീൽ ചെയറിലായത്. സത്യം പറഞ്ഞാൽ ഇവനെയൊക്കെ പുറം ലോകം കാണിക്കരുത് ഒരിക്കലും. സത്യം ഈ കാലാവധി കഴിഞ്ഞാൽ പോലും പുറത്തു വിടരുത്. അത്രയ്ക്കും കൊടും ക്രൂരനാണവൻ. പലരും പറയും ചിലപ്പോൾ അവനും വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടും മാനസിക നില തെറ്റി. ഏത് ക്രൂരകൃത്യവും ചെയ്തിട്ട് മാനസിക നില തെറ്റിയെന്ന് പറഞ്ഞാൽ പിന്നെ അതിന് മറുപടിയില്ലല്ലോ. എന്തോ അവൻ്റെ അമ്മ ഒരു തടസ്സം എന്തോ കാര്യത്തിന് അവന് തോന്നിക്കാണണം. അതുകൊണ്ട് അവൻ അമ്മയെ കൊന്നു കളഞ്ഞു. പക്ഷേ നോക്കണേ, വീൽ ചെയർ അവിടെ അവശേഷിച്ചു. അപ്പോൾ അന്വേഷണം വന്നു അല്ലേ? വീൽ ചെയർ അവിടെ അവശേഷിച്ചപ്പോൾ അന്വേഷണം വന്നു. സുഖമായിട്ട് അവനെ പിടികൂടാനും നിയമപാലകർക്ക് കഴിഞ്ഞു. എന്തുകൊണ്ടാണ്? നീ അവിടെ അത് ചെയ്തിട്ട് പോയപ്പോൾ നീ ദൈവത്തിനോ മനുഷ്യർക്കോ പൊറുക്കാൻ കഴിയാത്തൊരു മഹാ അപരാധം ചെയ്തിട്ടാണ് പോയത്. അപ്പം നിന്നെ നിയമത്തിൻ്റെ വഴിയിൽ കൊണ്ടുവരണമെന്ന് ദൈവവും കൂടെ തീരുമാനിച്ചു. അതുകൊണ്ട് നിൻ്റെ കള്ളത്തരം അവിടെ പുറത്തായി. ഞാൻ പറയട്ടെ, മക്കളും അമ്മയൊക്കെ ചിലപ്പോൾ വീടിനകത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ വാക്ക് തർക്കങ്ങളോ വെറുതെറുപ്പോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ മക്കൾ ചെയ്യുന്നത് അമ്മമാർക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലപ്പോൾ അമ്മമാർ ചെയ്യുന്നത് മക്കൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് തട്ടി മുട്ടിയൊക്കെ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകും. പക്ഷെ അതിൻ്റെ പേരിൽ പെറ്റി വളർത്തിയ അപ്പനെ അമ്മയൊക്കെ കൊന്നുകളയുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഓരോരുത്തർ പറയും ചിലപ്പോൾ അവൻ്റെ ചുറ്റുവട്ടം അവൻ്റെ സാഹചര്യം എങ്കിൽ പിന്നെ ഇങ്ങനെ മാനസികാസ്വാസ്ഥ്യം ഉള്ള എല്ലാവർക്കും അവനൊരു വിരോധമുള്ളവരങ്ങ് കൊന്നു കളഞ്ഞാൽ പോരെ. അങ്ങ് പിന്നെ ഈ ലോകത്ത് മനുഷ്യരില്ലല്ലോ. അങ്ങനെ അങ്ങ് ദേഷ്യം വരുന്ന എല്ലാവരും അങ്ങ് കൊന്നു കളയാനാണെങ്കിൽ സത്യത്തിൽ ഇതൊരു വല്ലാത്ത ഒരു അവസ്ഥയായിപ്പോയി. പാവം അമ്മ ഈ മകൻ പുറത്ത് കൊണ്ടുപോയപ്പോൾ അമ്മ വിചാരിച്ച് കാണുമോ അമ്മ ഇപ്പം കൊന്നു കളയാനാണ് ഈ മകൻ വീൽ ചെയറിലിരുത്തി കൊണ്ടുപോകുന്നെന്ന്. വല്ലാത്തൊരു സങ്കടം തോന്നി. ദുഷ്ടരിൽ ദുഷ്ടനായിരിക്കും അവൻ, അല്ലാതെ അവനെ വേറെ വാക്കുകളൊന്നും ഉപയോഗിക്കാനില്ല.
കൊടും ക്രൂരത നിറഞ്ഞ ദുഷ്ടനും മഹാപാപിയാണവൻ. ഇവനൊന്നും ഈ സമൂഹത്തിൽ ജീവിക്കാൻ കൊള്ളത്തില്ല. ഇവനൊന്നും ഈ സമൂഹത്തിൽ വെച്ച് വാഴിക്കരുത്. ഇവന് വധശിക്ഷയാണോ അല്ലെങ്കിൽ കുറേ നാൾ ഇവൻ നരകിച്ച് മരിക്കുമോ എന്ത് വേണോ ആയിക്കോട്ടെ, ഇവനെ ഈ പുറം ലോകം കാണിക്കാതെ ഇവനെ ആ തുറങ്കിൽ അടച്ചെങ്കിൽ മതിയായിരുന്നു. അങ്ങനെ ആശിച്ചു പോകുന്നു. ഒരു മക്കളും തുറുങ്കിൽ അടയ്ക്കപ്പെടാനോ നശിച്ചു പോകാനോ ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കത്തില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ പെറ്റ തള്ളയും തന്തയൊക്കെ കൊന്നുകളയുക എന്ന് പറയുമ്പോൾ ഇവനെയൊക്കെ പിന്നെ നമ്മളിങ്ങനെയല്ലാതെ എന്ത് പറയാനാണ്? എന്തായാലും ഈ ഒരു കാര്യം ഇത് ഇന്നലെ അറിഞ്ഞ സമയം മുതൽ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇന്നലെ എനിക്കത് പറ്റിയില്ലായിരുന്നു. എന്നെങ്കിലും അത് ചെയ്തില്ലെങ്കിൽ എൻ്റെ മനസ്സിൽ നിന്ന് ആ സങ്കടം ഇറങ്ങി പോകത്തില്ല. അപ്പോൾ എന്തായാലും ഇവന് വരുന്ന ശിക്ഷാവിധികളും കേസ് എങ്ങനെ മുമ്പോട്ട് പോകും ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.